അവാർഡ് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. അതോടൊപ്പം അതിൻ്റെ സഹപ്രവർത്തകർക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ അവാർഡിൻ്റെ അത് ഫുൾ ക്രെഡിറ്റ് പറയുകയാണെങ്കിൽ അവർക്ക് തന്നെയാണ്. വീൽചെയറിൽ ജീവിതം കഴിയേണ്ടി വരുമെന്നും ഒരു ജോലിക്ക് പോകാൻ സാധിക്കില്ല എന്നുമൊക്കെ കരുതിയ ഒരു ഭിന്നശേഷിക്കാരി. അവൾ ഇന്ന് 100-ലേറെ ഭിന്നശേഷിക്കാർക്ക് വീൽചെയർ സംഘടിപ്പിച്ചു കൊടുക്കുന്നു. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു. ഒപ്പം ഗ്രാഫിക് ഡിസൈനറായും ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായും ജോലി ചെയ്യുന്നു. പേര് CP ഫൗസിയ. മഞ്ചേരി ആമക്കാട് ചെറുകപ്പള്ളി മുഹമ്മദിൻ്റെ മകൾ. ഇന്ന് പുളിക്കൽ എബിലിറ്റിയിലെ ജീവനക്കാരിയാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മികച്ച ശാരീരിക പരിമിതിയുള്ളവർക്ക് നൽകുന്ന മികച്ച ജീവനക്കാരി എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ഇത്തവണ നേടിയത് ഫൗസിയയാണ്. 25,000 രൂപയാണ് പുരസ്കാര തുക. മസ്കുലർ ഡിസ്ട്രോഫി എന്ന അസുഖം ബാധിച്ച ഫൗസിയ ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന തിരക്കിലാണ്. ഞാൻ വീട്ടിൽ ഇരുന്ന ഒരു സമയമാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ഈ ഒരു അവാർഡോ ഈ ഒരു ജോലിയോ ഇപ്പം എനിക്ക് സന്തോഷത്തോടെ ഒരു വീട് കൊണ്ടുനടക്കാൻ, ഒരു വീട് നോക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു കഴിവുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നാൽ ഒന്നും നടക്കില്ല, ആരും ഒന്നും കൊണ്ടുവന്ന് തരില്ല. അപ്പോൾ ആളുകളെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ അവർ കുറേ കൂടെ നോക്കണം. ഞാൻ ഈ ഒരു അവാർഡ് കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് ഇതുപോലെ ഭിന്നശേഷിയായ ഇതുപോലെ വീൽചെയറിലുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ പ്രവർത്തിക്കും. എബിലിറ്റിയിൽ ഗ്രാഫിക് ഡിസൈനറായും ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായും ജോലി ചെയ്തു വരുന്ന ഫൗസിയയ്ക്ക് 9-ാം വയസ്സിലാണ് ഈ അസുഖം ബാധിച്ചത്. എന്നാൽ അവളുടെ അസുഖം അവളുടെ സ്വപ്നങ്ങളെ ഒരിക്കലും തളർത്തിയില്ല. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേകം ക്യാമ്പുകൾ നടത്തുകയും 100-ലേറെ പേർക്ക് വീൽചെയർ വിതരണത്തിന് മുൻകൈയെടുക്കുകയും വീടുകളിൽ ഒതുങ്ങി പുറത്തേക്കിറങ്ങാൻ സാധിക്കാത്ത ഭിന്നശേഷിക്കാർക്ക് കൗൺസിലിങ്ങും മോട്ടിവേഷനും നൽകുകയും ചെയ്യുന്നുണ്ട്. അത് ഈ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിട്ടാണ് ഈ വീൽചെയർ വാങ്ങിക്കൊടുക്കുന്നത്. അതിപ്പോൾ ഈ വീൽചെയറിലുള്ള ആളുകളെ അറിയുന്നത് കൂടുതലായിട്ട് ഞാൻ ഒരു വീൽചെയറിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ കുറേ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരായിട്ട് കോൺടാക്റ്റ് എനിക്കുണ്ട്. അങ്ങനെ ഒരു വീൽചെയർ ഒരാൾക്ക് കൊടുക്കുമ്പോൾ മറ്റാൾ അങ്ങനത്തെ ഒരു വീൽചെയർ, നല്ല വീൽചെയർ, നല്ല ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഏകദേശം 15,000 രൂപ വില വരുന്ന ഒരു വീൽചെയറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീൽചെയർ ഇങ്ങനെ തുച്ഛമായ വിലക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 2,000 രൂപ 3,000 രൂപ കൊടുത്താൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാത്രമേ ഉള്ളൂ. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ ഒരാൾക്ക് കിട്ടുമ്പോൾ മറ്റാൾക്കും എനിക്കും വേണം. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 100-ലധികം ആൾക്കാർക്ക് കൊടുത്തു. ഇനി 50ഓളം ആൾക്കാരുടെ ഒരു അപേക്ഷ അവർക്ക് കൊടുത്തിട്ടുണ്ട്. വീൽചെയർ അടുത്ത് തന്നെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുകയാണ്. മികച്ച കലാകാരിയുമാണ്. പലരും മാതൃകയാക്കേണ്ട ഒരു അതിജീവനത്തിന്റെ വഴി വെട്ടിത്തെളിച്ചാണ് ഫൗസിയ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. പ്രശ്നം ഇത് വരുന്നത് ഒരു 9-ാം വയസ്സിലാണ് ഇങ്ങനെ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ കാര്യമായിട്ടുള്ളൊരു പ്രശ്നങ്ങളൊന്നുമില്ല. നടന്നു പോകുമ്പോൾ വീഴുക, എല്ലാവരും ഓടുമ്പോൾ ഓടാൻ ഇതാവാതിരിക്കുക, ഓടുന്നതിൻ്റെ ഇടയിൽ വീണാലും എണീക്കാൻ പ്രയാസം, അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ. അപ്പോൾ അത്ര ഇതാക്കിയിട്ടില്ല. പിന്നെ കുറച്ചുകൂടെ ആയപ്പോഴേക്കിനൊക്കെ ഞങ്ങൾ വീട്ടിൽ 3 പേരുണ്ട് ഇതേ അവസ്ഥയുള്ളത്. അപ്പോൾ ഏട്ടനിക്ക് ഈ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ആദ്യമേ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിന്നെ ഒരു 7-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്കൊരു ബയോപ്സിയൊക്കെ ടെസ്റ്റൊക്കെ ചെയ്യുന്നത്. ഇത് തന്നെ മസ്കുലർ ഡിസ്ട്രോഫി ഒരു ജനറ്റിക് രോഗമാണെന്നുള്ളത് കണ്ട് പിന്നീട് ഞാൻ +2 വരെ ഞാൻ നടക്കാൻ പ്രയാസം ഉണ്ടെങ്കിലും നടന്നിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. +2 വരെ പന്തല്ലൂർ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അതിന് ശേഷം പിന്നെ ബസ്സൊന്നും കയറി പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഡിഗ്രിയും TTC അങ്ങനെയൊന്നും നോക്കിയില്ല. അങ്ങനെ കുറച്ച് കാലം വീട്ടിലൊക്കെ ഇരുന്നു. കുറച്ച് കമ്പ്യൂട്ടർ LBSൽ കമ്പ്യൂട്ടർ പഠിച്ചു. പിന്നെ പെരിന്തൽമണ്ണ സാന്ത്വനത്തിൽ കമ്പ്യൂട്ടർ പഠിച്ചു. അങ്ങനെ ആയിട്ട് ഡാറ്റ കോറൽ ഡ്രോ ഒക്കെ അങ്ങനെ പഠിച്ചു. പിന്നെ അതിന് ശേഷം കുറച്ച് കാലം വീട്ടിൽ അങ്ങനെ ഇരുന്നു. എബിലിറ്റിയിൽ ഞാൻ ക്യാമ്പുകൾക്ക് വരാറുണ്ടായിരുന്നു. അങ്ങനെ ക്യാമ്പുകൾക്ക് വന്ന ഒരു സമയത്താണ് ആദ്യം ഇങ്ങനെ വരാൻ ഇതുണ്ട്, പക്ഷേ ഒരു ധൈര്യക്കുറവാണ് വന്ന് നിൽക്കാറുള്ളത്. അങ്ങനെ ഒരു ക്യാമ്പിന് വന്ന് കുറച്ച് ലേറ്റായി നിന്നപ്പോഴാണ് ചെയർമാൻ സാറിനെ കുറേ നേരം സംസാരിച്ചിരുന്നപ്പോൾ സാറ് പറഞ്ഞു, എന്തായാലും ഒന്ന് വന്ന് നോക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് ഭയങ്കര ഇത് വന്ന് ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളത്. അങ്ങനെ ആ സാറിൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കുറച്ച് നേരം കേട്ടിരുന്നു എന്നറിയാം. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് എത്തുന്നത്. അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ അൽഹംദുലില്ലാ എല്ലാം ഈ ഒരു അവാർഡ് കിട്ടാൻ തന്നെ കാരണം എബിലിറ്റി ആണല്ലോ. എബിലിറ്റിയും എൻ്റെ കൊളീഗ്സ്, എൻ്റെ കൂടെ ഉള്ളവരെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചിട്ടൊന്നും ഒരിക്കലല്ല. എൻ്റെ കൂടെ ഉള്ളവർ തന്നെയാണ് ഈ അവാർഡിന്, അവർക്ക് ആണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ അവാർഡ് എൻ്റെ കൂടെയുള്ള സ്റ്റാഫ്
നമുക്ക് എവിടെ എന്തുകൊണ്ട് ഈ വീൽ ചെയർ കൊണ്ട് ഒരു ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ടെങ്കിൽ എവിടെയും പോകാമെന്നുള്ള ഒരു ഇത് ഇവിടെ ഉണ്ട്. ക്യാമ്പസിൻ്റെ എവിടെ വേണമെങ്കിലും ഈ വീൽ ചെയർ കൊണ്ട് പോകാൻ പറ്റും. എന്ത് ജോലി ഏൽപ്പിച്ചാലും നമുക്കിപ്പോൾ ഈ ഗസ്റ്റിനെ ഡീൽ ചെയ്യുക, ഒരു ഗസ്റ്റ് വന്നാൽ എല്ലായിടത്തും കാണിച്ചു കൊടുക്കാനും അവരെ കൂടെ നടക്കാനും അവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ നടക്കാൻ കഴിയില്ല എന്നുള്ളത് അത് ഈ വീൽ ചെയർ ഉള്ളത് ആണ്. പിന്നെ ഇവിടെ ഫുള്ള് വീൽ ചെയർ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെ പോലെ നമുക്കും ഓടിപ്പോകാൻ പറ്റും. അങ്ങനെ പോകുന്നു. എന്ത് വർക്ക് പറഞ്ഞാലും അത് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാ വേറെ എവിടെയെങ്കിലും ഒരു വർക്ക് കിട്ടിയാലും അത് പോയിട്ട് ചെയ്യാൻ നല്ല ആത്മധൈര്യം എനിക്കുണ്ട് ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് എയർ 1. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിന് എതിർവശം കൊണ്ടോട്ടി.